അതായത് നമ്മുടെ മലയാളികൾ അമ്മ എടുത്തങ്ങ് പൊക്കി, ആ മലയാളികൾ തന്നെ എടുത്തങ്ങ് നിലത്തടിച്ചു. ഈ തള്ളക്ക് എന്താ ഭ്രാന്താണോ? പോലീസിന്റെ പണി തള്ള എന്തിനാ എടുക്കുന്നത്? നിങ്ങൾ റീച്ച് ഉണ്ടാക്കിക്കോ, പക്ഷെ എന്തിനും തരണ്ടേ? ആ അമ്മയ്ക്ക് മാസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പെൻഷന് 2000 രൂപയാ. ചിഞ്ചിതയെ പോലെ ഈ സ്ത്രീയും എങ്ങനെ വൈറലാവാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കമന്റ്. ഷിംജിത ഇവിടെ കിടക്കുന്ന 62 വയസ്സുള്ള ഈ അമ്മയ്ക്ക് ഇപ്പൊ വൈറലാകാനാണോ നോക്കണ്ടേ? ഷിംജിതയെ വെച്ച് കമ്പയർ ചെയ്യല്ലേ? ഞാനടക്കമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, റീൽസ് കാണുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എടുത്ത് ചാടരുത്. അജിൻ, നമ്മളൊരു മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രഭാവതി അമ്മ ഇന്നത്തെ വൈറൽ താരം. തീർച്ചയായും അത് കോഴിക്കോട് നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. ആദ്യത്തെ ഒരു വീഡിയോ കണ്ടു. എനിക്കൊന്ന് മലയാളികൾ ഉള്ളിടത്തെല്ലാം വീഡിയോ വൈറലായിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ എനിക്കതിൽ മറ്റൊരു കാര്യം, ആദ്യത്തെ വീഡിയോ ആ ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്ന ആളെ ആ അമ്മ തടയുന്നു. അത് എല്ലാവരും ഏറ്റെടുക്കുന്നു. അമ്മയെ വലിയ രീതിയിൽ തന്നെ എല്ലാവരും പ്രശംസിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് നേരിട്ട് തന്നെ ചെന്ന് അവരെ അനുമോദിക്കുന്നു. അത്തരത്തിൽ അനുമോദന പ്രവാഹമായിരുന്നു. പിന്നീട് പക്ഷേ നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ സിനിമ റിവ്യൂ ഒക്കെ പറയുന്നവർ, നമ്മൾ ഒരു സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവരുടെ ഓരോ റീലുകൾ. അതുപോലെ ഈ സ്ത്രീ അങ്ങ് ഫുൾ ടൈം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടികൾ ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവരെ സൈബർ അറ്റാക്കിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ മലയാളികൾ അമ്മ എടുത്തങ്ങ് പൊക്കി, ആ മലയാളികൾ തന്നെ എടുത്തങ്ങ് നിലത്തടിച്ചു. അതാണ് ഈ തള്ളക്ക് എന്താ ഭ്രാന്താണോ? അതായത് അമ്മയെ സൂപ്പർ, അമ്മയെപ്പോലുള്ളവര് നാളെ MVD ആകണം, അല്ലെങ്കിൽ നാളെ ജനങ്ങൾക്കൊരു മാതൃകയാകണമെന്ന് പറഞ്ഞ മലയാളികൾ തള്ള നിങ്ങൾക്ക് ഭ്രാന്താണോ? പോലീസിന്റെ പണി തള്ള എന്തിനാ ഏറ്റെടുക്കുന്നത്? പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അത്തരമൊരു കമന്റുകൾ വരാനുള്ള ഒരു ഇടവരുത്തിയത് ഇവരാണോ? അജിൻ എന്തായാലും അവിടെ പോയ ഒരാളാണല്ലോ. ഞാൻ പോയി അവരുടെ വീടും അവരെയും നേരിട്ട് കണ്ടൊരു അനുഭവം വെച്ചിട്ട്, നമ്മളാണെങ്കിൽ പോലും ആദ്യത്തെ വീഡിയോ കണ്ട് ആസ്വദിച്ചവരാണല്ലേ. നമ്മുടെ KGF റോക്കി ബായി ഒക്കെ പോലെ അത്രയും പ്രായമുള്ള, എനിക്കൊന്ന് 62 വയസ്സ് അമ്മയ്ക്കുണ്ട്. ആ അമ്മയെ വണ്ടി തടഞ്ഞു നിർത്തി അമ്മ പറഞ്ഞ സാധനമുണ്ട്, നീ എൻ്റെ കാലേ കൂടെ കയറ്റിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഈ പ്രായത്തിലും അമ്മ അത് പറയുന്നൊരു, ഞാൻ ചന്ദ്രൊന്നും തന്നെ പറഞ്ഞത്. അല്ല, അത് എന്തായിരിക്കും അവർ അങ്ങനെ ചെയ്യാൻ കാരണം? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഈ അമ്മ വർഷങ്ങളായിട്ട് ഇത് തടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നേരത്തെ മുതൽ ഈ തടച്ചിലുണ്ട്. ഒന്നും വേണം, ഞാൻ അവിടെ ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പം തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, എൻ്റെ അപ്പുറത്തൂടെ വണ്ടി പോകുന്നുണ്ട്. ഈ അമ്മ തടച്ചിൽ തുടങ്ങിയത് ഇന്നും ഇന്നലെ വല്ല പാരിസേ, വർഷങ്ങളായിട്ട് തുടങ്ങി. ഏതൊരു സുപ്രഭാതത്തിൽ അമ്മ അങ്ങ് വൈറലായി. പിന്നെ നമ്മൾ കാണുന്ന നമ്മളെപ്പോലുള്ള പല മാധ്യമങ്ങളും, ആ മാധ്യമങ്ങളിൽ നമ്മൾ പെടത്തില്ല, കാരണം നമ്മളവിടെ പോയി ഭംഗിയായിട്ട് വിഷ്വൽ ഷൂട്ട് ചെയ്തു നമ്മൾ വന്നു. പക്ഷെ നമ്മൾ ഇപ്പം ഫാരിസ് പറഞ്ഞല്ലോ, ഈ തള്ളയ്ക്ക് പ്രാന്താണോ? ഈ ഒരു ചോദ്യം ഫാരിസിനെ പോലെ എല്ലാ മലയാളികളും ഒന്നിറങ്ങി ചോദിച്ചൊരു ചോദ്യം. കാരണം എന്തുവാ, ഒരു വീഡിയോ വൈറലായതിനു ശേഷം ഈ തള്ള ഇരുന്നങ്ങ് വീഡിയോ വണ്ടി തടയുക. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഒരുപാട് വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ശരിക്കുള്ള സംഭവം എന്ന് പറഞ്ഞാല്, വൈറലായതിനു ശേഷം ഒരു വീഡിയോ ആണ് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അവരറിയാതെ എടുത്തതാണ്. അവരറിയാതെ എടുത്തു, അവർ പോലും അറിയാതെ വൈറലായി. പിറ്റേ ദിവസം രാവിലെ അവർ കണ്ണു തുറക്കുമ്പം ന്യൂസ് ചാനലില് മെയിൻ നിരയിലെ മാധ്യമങ്ങളെല്ലാം ഇവരുടെ മുറ്റത്ത് നിൽക്കുന്നു. ഫെയിം ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് ഫെയിം കിട്ടുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലോ, ഇവരൊക്കെ ആരാ? പിന്നെ നോക്കുമ്പോൾ ഈ പറയുന്ന മന്ത്രിമാർ അനുമോദിക്കുന്നു. അതെ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് അവരുടെ ഊരയിലേക്ക് വരുന്നു. അതെ, അങ്ങനെ ആ ഒരു വൈറലിന് ശേഷം ഈ മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയയിലെ പോലുള്ള പല മാപ്രാളികളും ഇവരെയും കൊണ്ട് ആ വൈറലായ സ്ഥലത്ത് പോയിട്ട്, ഈ മീഡിയക്കാരിലെ ക്യാമറമാനാണ് ബൈക്ക് ഓടിച്ചത്, അവന്റെ മുഖം കാണിക്കാതിരിക്കാൻ അവൻ തന്നെ ഹെൽമെറ്റ് വെക്കുന്നു. തെറിവിളി കേട്ടത് ആർക്കാ? ഈ പാമ്പിടിച്ച അമ്മയ്ക്കാണോ? അതായത് മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബൈക്കിൽ അവരുടെ, അതായത് ചാനൽ പ്രവർത്തകൻ തന്നെ ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് എന്ന് ഇവരുടെ മുന്നിലൂടെ പോകുന്നു, ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു. അതാണ് ഒരു ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത്. പോകുന്ന ഒരു ബൈക്കിന്റെ പുറകെ ഇവരിങ്ങനെ പിടിച്ചു പോകുന്നത്. ഇത് ചാനലിന്റെ ആളുകൾ തന്നെ പറഞ്ഞ് അഭിനയിപ്പിക്കുവാണ് ഇവരെ. ഞാനൊരു മുഖ്യധാര മാധ്യമത്തിൽ കണ്ടു, അതായത് വീണ്ടും പ്രഭാവതി അമ്മ ബൈക്ക് തടയുന്ന ദൃശ്യങ്ങൾ നമുക്ക് മാത്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ അതും ഇങ്ങനെ ആയിരിക്കാം എന്നാണ്. ഈ അമ്മ എന്നോട് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാ, മോനെ ഞാൻ പോലും അറിയാം, ഒരു വീഡിയോ വൈറലായി, ഈ തടച്ചിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇതെങ്ങനെയോ വൈറലായി. പക്ഷേ ഈ എൻ്റെ വീട്ടിൽ
ഒന്ന് ഓർത്തോണം, അവരുടെ വീട്ടിൽ പോയ മാധ്യമങ്ങൾ അവരെയും കൊണ്ട് ഈ പൊട്ടവേഷം ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. ഞാനിപ്പോൾ അജിൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്നിട്ട് അമ്മ പറയുന്നത് ഈ പരിപാടി എന്നെയും കൊണ്ട് അഭിനയിപ്പിച്ചോ, നിങ്ങൾ റീച്ച് ഉണ്ടാക്കിക്കോ. പക്ഷെ എന്തെങ്കിലും ഒന്ന് തരണ്ടേ? ആ അമ്മയ്ക്ക് മാസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പെൻഷന് 2000 രൂപയാ. നിങ്ങൾക്ക് കൊണ്ട് റീച്ച് ഉണ്ടാക്കിക്കോ തള്ളയും കൊണ്ട്. ഒന്ന് ആ കയ്യിൽ ഒരു 5000 രൂപയോ. ആ വീട്ടിന്റെ അവസ്ഥ ഫാരിസ് ഒന്ന് പോയി കാണണം. ഞാൻ കണ്ണുകൊണ്ട് പോയി കണ്ടതാണ്. ഒരാളെ പൊട്ടനാക്കുന്നതും മണ്ടനാക്കുന്നതും ഒരു പ്രായം പിടിച്ച ഈ അമ്മമാരെ പോലെ നമുക്ക് അമ്മമാരില്ലേ? ഞാൻ അജിന്റെ ഒരു കൂട്ടുകുടുംബമായിരുന്നു ഇവര്. ഇന്ന് ഈ അമ്മ ഒറ്റയ്ക്കായി. ഇവർക്ക് ആരുമില്ല. തീർച്ചയായും അവരെ വിറ്റ് കാശാക്കുകയാണ്. എടാ, വിറ്റ് കാശാക്കുന്നവൻ അവർക്ക് എന്തെങ്കിലും കൈവച്ചു കൊടുക്കണ്ടേ? അത് ചെയ്യൂല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവര് ഷിംജിതയെ പോലെ ഈ സ്ത്രീയും എങ്ങനെ വൈറലാവാൻ ഇറങ്ങിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് കമന്റുകൾ. ഷിംജിത ഇവിടെ കിടക്കുന്ന 62 വയസ്സുള്ള ഈ അമ്മയ്ക്ക് ഇപ്പം വൈറലാകാനാണോ നോക്കണ്ടേ? ഷിംജിതയെ വെച്ച് കമ്പയർ ചെയ്യല്ലേ? അല്ല, അങ്ങനെയാണ് കമന്റ് വന്നോട്ടെ. ഞാൻ കാരണം അജിൻ അവിടെ നേരിട്ട് ചെന്നതുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ ഉള്ളത് അറിയുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിൽ നമുക്കാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വരുന്നത്, എങ്ങാണ്ട് കിടന്നൊരു അമ്മ വൈറലാവുന്നു, ഈ ക്യാമറയും തൂക്കി പിടിച്ച് പോയിട്ട് അവരെ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ അകത്ത് നാളെ എന്റെയോ ഫാരിസിന്റെയോ ഒക്കെ അമ്മയാണ് ഈ കോമാളി വേഷം കിട്ടുന്നെങ്കിൽ അവന് ചെവുക്കൽ അടിച്ചു പറിക്കും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്നും യഥാർത്ഥ സത്യങ്ങൾ കാണുന്നവർക്കറിയത്തില്ല. സ്ക്രോൾ ചെയ്യുന്നവർ വിചാരിക്കും ഈ തള്ളയ്ക്ക് ഭ്രാന്താണോ? ഈ തള്ളയെ ഭ്രാന്താക്കിയതും വൈറലാക്കിയതും ഭ്രാന്തച്ചിയാക്കിയതും മാധ്യമങ്ങൾ തന്നെ. അതുകൊണ്ട് കാണുകയാണല്ലോ. അതിൽ ഒരു കാര്യം, ഒരു കുറച്ച് ശതമാനമെങ്കിലും നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം നമ്മൾ തന്നെയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവന്നത്. മലയാളികൾ എന്നും അങ്ങനെയാണല്ലോ അല്ലേ? പല കാര്യങ്ങളും പല വിഷയങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരാളെ പൊക്കിക്കൊണ്ടുവരും. നമ്മുടെ ഒരു എസ് ഐയെ കുറിച്ച് ഒരു എസ് ഐയുടെ വൈറലായ ഒരു എസ് ഐ ഉണ്ടായിരുന്നു, ഷാനവാസ്. യെസ്, ഈ ഷാനവാസ് എന്ന് പറയുന്ന ആളെ ആദ്യം അദ്ദേഹം ഈ ഉത്സവത്തിനൊക്കെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പം ലാത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നതും വലിയ KGF സ്റ്റൈലും അല്ലെങ്കിൽ ഒറ്റയാനാക്കിയതും ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ വൈറലാക്കിയതും പൊക്കി വെച്ചതും ഒക്കെ ജനങ്ങളാണ്. ഈ ഷാനവാസിനെ എനിക്ക് അടുത്തറിയാവുന്ന ഒരു സുഹൃത്തും കൂടെ കേട്ടോ. ഈ ഒരു ഒറ്റത്തടി ഈ ഒരു ചങ്കൂറ്റം ഉണ്ട്. പക്ഷെ ഷാനവാസിന്റെ ഒരു കമന്റ് ബോക്സ് നോക്കുമ്പം ഇതാകണോടാ പോലീസ്, ഇവൻ താണ്ടാ പോലീസ് എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പൊ ഇടുന്ന കമന്റ് ഫാരിസ് ശ്രദ്ധിച്ചോ? തീർച്ചയായും റീൽസിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരാളാണ്, ഒരു ക്യാമറമാൻ ഉണ്ട്. അതായത് മുഴുവൻ അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുടരാൻ വേണ്ടിയിട്ട് ഒരു റീൽസ് സംഘമുണ്ട്. എന്നിട്ട് അത് ഓരോ ദിവസവും വീഡിയോ എടുക്കും, അത് എന്താണ് വൈകിട്ട് റിലീസ് ചെയ്യും. ഒരു PR ടീമുമായി ഇയാൾ ഇങ്ങനെ നടക്കുകയാണ് എന്നടക്കമുള്ള രീതിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഈ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എപ്പോ നോക്കിയാലും ഒരേയാളെ കണ്ടുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായും മടുക്കും. അത് തന്നെയാണ് പ്രഭാവതി അമ്മയ്ക്ക് ഉണ്ടായിട്ട്. അത് തന്നെ. അപ്പൊ ഇതിപ്പം അജിനെ സംബന്ധിച്ചിടത്തോളം ആ പോലീസുകാരനെ പേഴ്സണലായിട്ട് അറിയാവുന്നത് സത്യം മനസ്സിലാകുന്നു. അല്ലാതെ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സാധിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹം പോകുന്ന സ്ഥലത്തോട്ടൊക്കെ ഈ മന്ത്രിമാരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അവര് റീൽസിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. പോലീസുകാർ അതേപോലെ തന്നെ പ്രഭാവതി അമ്മയും ഇതേപോലെ ഒരാളെ വെച്ചിരിക്കുന്നത് 2000 രൂപയ്ക്ക് ഈ LDF സർക്കാർ 2000 രൂപ ഇപ്പോൾ വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് 2000 കിട്ടുന്നത്. അതിനു മുമ്പ് കുറച്ച് പൈസയേ ഉള്ളൂ. അത് ആണല്ലോ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസുകാരനായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇനിയും വേണമെങ്കിൽ നാളെ കമന്റ് വരും, പ്രഭാവതി അമ്മയും ക്യാമറമാനെ കൂട്ടുപിടിച്ചു. 2000 രൂപ കിട്ടുന്ന ആ പാവം പിടിച്ച അമ്മ DSLR ക്യാമറയെ എടുത്തിട്ട് പുറകെ നടക്കുവാണെന്ന് പറഞ്ഞേ. ശുദ്ധ മണ്ടത്തരമാന്നേ, ശുദ്ധ തെമ്മാടിത്തരമെന്ന് ഞാൻ പറയും. ആ പ്രായമായ സ്ത്രീ അങ്ങ് പൊക്കി. അല്ല, അവർക്ക് ഇടയ്ക്ക് പറഞ്ഞു മാനസിക രോഗിയാണ്, മണ്ടിയാണ്, അവരുടെ മുടി വിഗ്ഗാന്ന് പറഞ്ഞേ. എന്നിട്ട് എന്നെ അവർ വലിച്ചു കാണിച്ചു, മോനെ ഇത് ഒറിജിനലാണ്, ഞാൻ എന്തോ ചെയ്യണമെന്ന്. അപ്പൊ അവർക്ക് അത്യാവശ്യം അവർക്ക് നല്ല വിവരമുണ്ട്. അവര് മൊണ്ണയൊന്നുമല്ല. എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അവർ മൊണ്ണയാക്കി അവരെ. തീർച്ചയായും ഈ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. ഞാനടക്കമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, റീൽസ് കാണുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എടുത്ത് ചാടരുത്. കമന്റ് ബോർഡിൽ വിടല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു വ്യക്തിയെ പേഴ്സണലി അറിയാതെ എല്ലാത്തിനും കമന്റ് ഇടുന്നതിന്റെ പുറകെ ഇട്ട് പോവല്ലേ. ഇപ്പൊ എനിക്ക് ഈ അമ്മയും അല്ലെ ഫാരിസിനെയും ഷാനവാസ് പോലീസുകാരനെയും അറിയാവുന്നതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്തോ പറയും, അതങ്ങനൊക്കെ തന്നെയാന്ന് പറയും. തീർച്ചയായും ആളുകൾ അത് മനസ്സിലാക്കട്ടെ, എടുത്തു ചാടാതിരിക്കുക. ഇപ്പോൾ ഷിംജിതയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഷിംജിത ചാടിക്കോട്ടെ, അവർക്കത് വേണം തന്നെ വേണം. ദീപക്, അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കമന്റ് മതി ഒരു ജീവിതം ഇല്ലാതാകാൻ. ഇപ്പൊ ദീപക്കിനെ പോലെയുള്ളവർ, അന്ന് പലരും ദീപക്കിന്റെ കൂടെയാണ് കമന്റുകളിൽ നിന്നത്.
പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ഒരു ട്രോമയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിലൊരു കമന്റ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ആഹാ ഇവൻ ആള് കൊള്ളാമല്ലോ എന്നൊരു കമന്റ് മാത്രമായിരിക്കും ചിലപ്പോൾ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അതായിരിക്കാം അയാളെ മെന്റലി ട്രോമയിലേക്ക് കൊണ്ടുപോവുകയും ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫാരിസ് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, എൻ്റെ മാത്രം കേട്ടോ. ദീപക് മരിക്കുന്നു, നമ്മളെല്ലാവരും ഒന്നടങ്കം കരയുന്നു, വിഷമിക്കുന്നു. ദീപക് തെറ്റുകാരനല്ലോ, അല്ലെങ്കിൽ ദീപക് മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ഓൺലൈൻ മീഡിയയിൽ അവതാരകൻ എന്ന നിലയിൽ സൈബർ ബുള്ളിങ് നേരിട്ടൊരു ആങ്കറാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഒരു രോമത്തെ പോലും വേഷത്തില്ല, കാരണം അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു, കഴിഞ്ഞു. പക്ഷേ ദീപക്കുമായിട്ട് എൻ്റെ ജീവിതം കണക്ട് ചെയ്യുമ്പം അന്ന് ഈ ഷിംജിതയുടെ ഇഷ്യൂ നടന്ന സമയത്ത് ദീപക് വിഷമിച്ച് വീട്ടിൽ ചെല്ലുന്നു. നമ്മളെപ്പോഴും പറയും നമുക്ക് സൗഹൃദങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മളെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ വീട്ടുകാരുണ്ട്. അന്ന് ദീപക്കിനെ ഒന്ന് കേട്ടിരിക്കാൻ ഈ പറയുന്ന ഒരാൾ പോലും ഇല്ലാത്തത് കാണും. വേണം കൂട്ടുകാരൻ കളിത്തമാശയ്ക്ക് പറഞ്ഞു കാണും, എടാ എന്നാലും നീയൊക്കെ ചെയ്തല്ലടാ, ഇത് നമുക്ക് പറയാൻ എളുപ്പമാ. എന്നിട്ട് മരിച്ചു കഴിയുമ്പം അയ്യോ എൻ്റെ മോനെ എനിക്ക് നീയല്ലടാ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ അഭിനയമാണ്. ഇത് സിനിമയാണോ ഫാരിസേ? മരിച്ചു കഴിയുമ്പോൾ അവൻ ലോകത്തെ നല്ലവൻ, മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ അപരാധി. ഇതാണ് മുദ്ര കുത്തപ്പെടുന്നത്. ഇതിനൊരു മാറ്റം അനിവാര്യമല്ലേ?